15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പഴയ വാഹനങ്ങൾ കൈവശം വെക്കുന്നവർ ആശങ്കയിൽ. സെക്കൻഡ് ഹാൻഡ് കൈവശമുള്ളവർക്ക് നിരാശ നൽകുന്ന പ്രഖ്യാപനത്തിൽ 55 കോടിയാണ് ഖജനാവിലേക്ക് എത്തുന്നത്. പഴയ വാഹനങ്ങൾ കൈവശമുള്ളവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിലുള്ളത്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തവർ മിക്കപ്പോഴും സെക്കൻഡ് ഹാൻഡ് കാറുകളെയാണ് ആശ്രയിക്കാറുള്ളത്. പഴക്കം ചെന്ന വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന് 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിലാണ് മാറ്റം വരുത്തുന്നത്. 55 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ നോട്ടമിടുന്നത്. എന്നാൽ കോട്ടം സാധാരണക്കാർക്കാണ്. യൂസ്ഡ് കാർ, പ്രീ ഓൺഡ് കാർ വിപണിക്കും ക്ഷീണമുണ്ടാകും. ബജറ്റ് പ്രഖ്യാപനം ആഴ്ചതോറും കാർ മാറുന്നവരെയല്ല ബാധിക്കുന്നതെന്നും സാധാരണക്കാരെയാണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. സ്വന്തമായി ഒരു കാർ, അത് പഴയതെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ വയറ്റത്തടിക്കുകയാണ് ധനമന്ത്രി ചെയ്തതെന്നാണ് വിമർശനം. തീർച്ചയായും ധനമന്ത്രിക്ക് വാദിച്ചു ജയിക്കാനും പോയിന്റുകളുണ്ട്. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്താൻ നികുതി വർദ്ധിപ്പിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചത്. 2021 MVDയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 15 ലക്ഷത്തിലേറെ പഴക്കമുള്ള 21 ലക്ഷത്തിലേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവയിൽ എത്ര എണ്ണം ഈ 4 വർഷത്തിനിടെ പൊളിച്ചുവെന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.